ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ വ്ളോഗ് വിത്ത് പമ്യ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ കെട്ടുനിറയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കൊടകര ചന്തയിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. കെട്ടുനിറയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഇവിടെ കിട്ടും. അമ്മ പൂജോ സ്റ്റോഴ്സ് എന്നാട്ടാ ഈ കടയുടെ പേര്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ലിസ്റ്റും കൊണ്ടാണ് വന്നത്. അത് ആ ചേട്ടൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ ചേട്ടനൊക്കെ എടുത്ത് വെച്ചോളും. പിന്നെ ഞങ്ങൾ തേങ്ങ തപ്പിക്കൊണ്ടിരിക്കുക. ചെറിയ തേങ്ങ വേണ്ടേ, കുഞ്ഞു കുട്ടികളല്ലേ പോണത്. അപ്പോൾ അവർക്ക് വെയിറ്റ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അത്യാവശ്യം തേങ്ങ നോക്കിയിട്ട് ഞങ്ങളത് മാറ്റി വെച്ചു. പിന്നെ ബാഗാണ് നോക്കിയത്. പിന്നെ ഇവിടെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. പൂജയ്ക്ക് വേണ്ടതും കെട്ടുനിറയ്ക്ക് വേണ്ടതും പിന്നെ വിളക്ക്, പിന്നെ വിഗ്രഹങ്ങൾ. ഞാൻ സരസ്വതി വിഗ്രഹം കുറേ തപ്പി നടന്നതാട്ടോ. പക്ഷെ ഞാൻ ഈ കടയിലേക്ക് മാത്രം വന്നില്ല. എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോസും വിഗ്രഹങ്ങളും പിന്നെ നമുക്ക് പൂജ റൂം അലങ്കരിക്കാനുള്ള സംഭവങ്ങളും എല്ലാം അതുണ്ട് കേട്ടോ ഇവിടെ. നിറയ്ക്ക് വേണ്ട പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ പാത്രങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നു. അത്യാവശ്യം പൂജയ്ക്ക് ഉപയോഗിക്കാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചത് കൊടുക്കണ്ട. അപ്പോൾ പുതിയത് കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാമല്ലോ. അങ്ങനെ അതൊക്കെ തപ്പി കണ്ടുപിടിച്ച് എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ അതാ ബസ് കാത്ത് നിൽക്കുകയാണ് സ്റ്റോപ്പിൽ. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. വലിഞ്ഞ് കയറിയിട്ടാണ്. നല്ല വെയിറ്റ് ഉണ്ട്. കയ്യിലൊക്കെ സഞ്ചികളും കാര്യങ്ങളും പിടുത്തം കിട്ടില്ല. പെട്ടെന്ന് എങ്ങാനും എവിടെയെങ്കിലും വീണ് പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ കൊടകര ഷഷ്ടി നടക്കുന്ന അമ്പലമാണ് കേട്ടോ. അപ്പോൾ ശരിക്കുള്ള അമ്പലം കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ സ്ഥലം കുറവാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൽ വന്നിട്ട് കാവടിയൊക്കെ വന്നിട്ട് ആടുന്നത്. അപ്പോൾ അത് ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് എത്താട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് 2 ദിവസമായിട്ട് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തി. അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നിത്യയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെയാണ് കെട്ടുനിറ. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടോയെന്നോ കൂടുതലുണ്ടോയെന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു സ്ഥലത്ത് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു സഞ്ചി നിറച്ച് തേങ്ങയുണ്ട്. ഇതൊക്കെ ചുരണ്ടി ഉണ്ടാക്കണം കേട്ടോ. ഇനി കെട്ടുനിറയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാതും ഞങ്ങൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിരുന്നോളും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. ഫ്രൂട്ട്സ് ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മക്കളൊക്കെ സ്കൂളിൽ പോയ സമയത്താണ് കേട്ടോ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. തിരി നേരത്തെ പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും നേരം വൈകും വരുമ്പോൾ. പിന്നെ നമുക്ക് തേങ്ങയും സെറ്റാക്കണം. അപ്പോൾ ഒരു വെയിലത്ത് നിന്ന് കയറി വന്ന കാരണം ഞങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചു. അപ്പോൾ അത് അടുത്ത പണിക്ക് ഇരിക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ തേങ്ങ ചുരണ്ടൽ. അപ്പോൾ നമ്മൾ തേങ്ങയുടെ മുരി കളയാണ് കേട്ടോ. എനിക്ക് വലിയ വശമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ തേങ്ങ മുരി കളയിൽ കഴിഞ്ഞു. എല്ലാം അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വീട്ടിൽ പോവാണ്. ആദ്യം വരണക്കാട്ടും മുന്നേ വീട്ടിലെത്തണം. പിന്നെ ഫുഡ് കഴിക്കണം. രാവിലെ ഒരു 9:30 ആകുമ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സമയം 2:45. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ടാറ്റാ.